അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ആലപ്പുഴയിലെത്തുമ്പോൾ മനസ്സിലായില്ലേ, യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ലാത്ത ഒരു കർമ്മ പദ്ധതിയാണ് ഇവർ ഈ നടത്തിക്കൊണ്ട് വരുന്നത് എന്നും അതിൻ്റെ പേരിൽ വലിയൊരു പണപ്പിരിവ് നടത്താനുള്ള മറയാക്കാമെന്നുമുള്ളതാണ് ലക്ഷ്യം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇവർ ആലുവയിലൊക്കെ എത്തിയപ്പോൾ അവിടെ ദഫ് മുട്ടും അതുമാതിരി തന്നെ കുക്കറി ഷോ ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ശ്രീ മുജീബുർ റഹ്മാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ലോകത്തിൽ ആദ്യമായി ഒരു ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ ലക്ഷ്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പരാതി സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഉദ്ദേശം 25 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളം പടുത്തുയർത്തലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു പരാജയമല്ലേ ശ്രീ മുജീബ് റഹ്മാൻ? നിങ്ങൾ 2 അഭിഭാഷകരുടെ ഇടയിൽ അഭിഭാഷകനല്ലാത്ത ഒരാളിരുന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, 7.5 വർഷം ഒരു തുടർഭരണം കിട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയിട്ട്, അതും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി, അതായത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മുടെ വില്ലേജ് ഓഫീസർ എടുത്ത വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, RDO, കളക്ടർ, ഇത്തരത്തിൽ മുകളിലേക്ക് പോകുന്ന വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 66% ശമ്പളം കൊടുത്തു പോറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുള്ളൊരു സംസ്ഥാനത്ത് 7.5 വർഷമായിട്ടൊരു മുഖ്യമന്ത്രിക്ക് തോന്നുകയാണ് ഇവിടെ ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ പരാതി സ്വീകരിക്കണം, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഞാൻ തന്നെ 1 കോടി രൂപയുടെ പന്തൽ കെട്ടിയ പൗരപ്രമുഖരെ ഇരുത്തിയുള്ള ഒരു സദസ്സിൽ ഞാൻ തന്നെ വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പരാജയമാണോ, ഒരു മന്ത്രിസഭയുടെ പരാജയമാണോ? അങ്ങ് ദയവ് ചെയ്ത് ഈ ചർച്ചയിൽ നേരത്തെ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും താങ്കൾ കേട്ടില്ല എന്ന് അടിച്ചു. എനിക്കതിൽ വിരോധമില്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല താങ്കൾ വന്നിരിക്കുന്നത്. പക്ഷേ ദയവ് ചെയ്ത് പറയൂ, ഇതൊരു മുഖ്യമന്ത്രിയുടെ പരാജയമല്ലേ, ഒരു മന്ത്രിസഭയുടെ പരാജയമല്ലേ ഈ വിളിച്ചോതുന്നത്? ജനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഇറങ്ങിച്ചെന്നിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ. ഇവിടെ നായനാർ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പാർട്ടി ഓഫീസിലെ ബെഞ്ചിലെ ബനിയനിട്ട് കിടന്നുറങ്ങുന്ന ഒരു ചിത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. അതേ പാർട്ടി ഓഫീസിൻ്റെ പൊതു ടാപ്പിൽ പുറത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കഴുകുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. EMS ഒരു തുണിക്കടയിലേക്ക് എഴുതി കൊടുത്തൊരു ലെറ്റർ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നടക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞിട്ട്, ഈ വരുന്ന രാധ എൻ്റെ മകളാണ്, 2 ബോയിൽ സാരി അവർക്ക് കൊടുക്കുക, അടുത്ത മാസത്തെ ശമ്പളം കിട്ടിയ ഞാൻ തരാം. ഇത്തരം കാര്യങ്ങളുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന ഒരു കേരളത്തിലെ ഇത്തരം ആർഭാടങ്ങളിൽ മാത്രം രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ താങ്കളെ പോലുള്ള ഒരു അഭിഭാഷകൻ എങ്ങനെയാണ് സാധിക്കുന്നത്? സുഹൃത്തെ, ഞങ്ങളിവിടെ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തുന്നതിന്, കുട്ടികൾ മുഖ്യമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട്, ഇത് വംശനാശം വരാൻ പോകുന്ന സിംഹവാലം കുരങ്ങൊന്നുമല്ലല്ലോ ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന 21 പേര്. ഈ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടു നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഇവിടെ ബാലഗോകുലത്തിൻ്റെ പരിപാടി പറ്റി പറഞ്ഞു, എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. കുട്ടികളെ വേഷം കെട്ടിച്ചിട്ട് 4 മണി കഴിഞ്ഞിട്ടായാലും പുറത്തേക്ക്, പക്ഷെ അവിടെ ഒരു കുട്ടിയെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നില്ല. ഭക്തിയുടെ പാരമ്യതയിലെത്തിയ ജനം അവർ സ്വയം ചെയ്യുന്നൊരു കാര്യമാണത്. എൻ്റെ കുട്ടിയെ കൃഷ്ണവേഷം കെട്ടിച്ചാൽ അവന് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട്, താങ്കളൊരു മുസ്ലിമാണ്, താങ്കളുടെ ഈ നബിദിന പരിപാടിക്ക് കൊച്ചുകുട്ടികളുടെ ദഫ്മുട്ടും കാര്യങ്ങളുമായിട്ടുള്ള യാത്രകൾ കാണാനുണ്ട്. അതും ആരും നിർബന്ധിച്ചിട്ടല്ല, എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് വരുന്നത്. ഇതല്ല, സർക്കുലർ ഇറക്കുകയാണ്. കുട്ടികളെ ഞാൻ വരുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് അഭിവാദ്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടില്ല അധ്യാപകൻ. പറയൂ അഭിവാദ്യങ്ങൾ എന്ന് പറയൂ. പാവങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് വായ തുറന്ന് പറയാൻ പറ്റുന്ന പ്രായമല്ല. എൻ്റെ വീട്ടിലുമുണ്ട് ഒരു 3 വയസ്സുകാരൻ. എനിക്കപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാകാത്ത, അത് പൂർണ്ണമായി ഉച്ചരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതിലാണ് സുഹൃത്തെ ഞങ്ങൾക്ക് പരാതി. അത് നിർബന്ധപൂർവം തോക്ക് ചൂണ്ടുന്നില്ല കിം ജോങ് ഉന്നിനെ പോലെ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ഞാൻ പോകുന്നിടത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ എനിക്ക് അഭിവാദ്യം അർപ്പിക്കണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? താങ്കൾ നേരത്തെ ഒരു 8000 കാറിൻ്റെ കണക്ക് പറയുന്നത് കേട്ടു. ഞാൻ അതിലേക്കൊന്ന് ഇടപെടുകയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ദൂഷ്യവശങ്ങളെ എല്ലാം ഞാൻ വിമർശിക്കുന്ന വ്യക്തിയാണെന്ന് അനിൽ നമ്പ്യാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് 8000 കാറുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നീളം താങ്കൾക്ക് അറിയുമോ? 2 മീറ്റർ വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 16 കിലോമീറ്റർ വരും. താങ്കൾ ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാൽക്കുലേറ്ററിൽ അത് കണക്കൂട്ടുമായിരുന്നു. 16 കിലോമീറ്ററിൽ ഒരു വാഹന നിര ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് നേതാവാണ് സുഹൃത്തെ ഇന്ത്യയിൽ സഞ്ചരിക്കുക? എന്ത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയിട്ടില്ലെന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത്. എന്ത് വിവരാവകാശ നിയമപ്രകാരമാണ് മറുപടി തരിക? 8000 വാഹനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാനമന്ത്രി സഞ്ചരിച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല, ഒരു നേതാവ് സഞ്ചരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എങ്ങനെയാണ് സാധിക്കുക? അതിൽ താങ്കൾ തിരുത്തണം. 8000-ൽ നിന്ന് ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് അങ്ങ് ദയവ് ചെയ്ത് ഒരു 0 കുറയ്ക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യങ്ങൾ സന്ദർശിച്ചു. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും
ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി സഞ്ചരിക്കാതെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രശസ്തി, അല്ലെങ്കിൽ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ, രാജ്യത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് ഒഴുകി വരേണ്ട വിദേശ പണത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരു അവസാനമാകുക? അദ്ദേഹം ടൈം സ്ക്വയറിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ഇരുമ്പ് കസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും തയ്യാറായിട്ടില്ല. അദ്ദേഹം ചെല്ലുന്ന രാജ്യങ്ങളിലെ എയർപോർട്ടിൽ ആ രാജ്യത്തിൻ്റെ മുഖ്യമായ ഭരണാധികാരി സൗദി രാജാവ് ഒരിക്കലും, അദ്ദേഹം ഇനിയിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ രാജാവ് വരട്ടെ, അദ്ദേഹം ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാറില്ല. നരേന്ദ്രമോദിയുടെ ഭരണശൈലിയെ അങ്ങേയറ്റം വിമർശിക്കുന്ന ഞാൻ പറയുന്നു, ഇതൊക്കെ ആദരവോടുകൂടി കാണേണ്ട കാര്യങ്ങളല്ലേ? അപ്പം നരേന്ദ്രമോദി ആയാലും മൻമോഹൻ സിംഗ് ആയാലും, എന്തിന് 13 മാസം ഭരിച്ച ദേവഗൌഡ ആയാലും, ഒരു രാജ്യത്തിൻ്റെ പ്രശസ്തിയും രാജ്യത്തിൻ്റെ ആവശ്യങ്ങളും പുറമെ നിറവേറ്റാൻ വേണ്ടി രാജ്യം സഞ്ചരിക്കുന്നതിനോടും ഒരു മുഖ്യമന്ത്രിയെ സംസ്ഥാനം പോറ്റാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ വക്കീലെ താങ്കൾ മനസ്സിലാക്കണം, 35,000 രൂപയായിരുന്നു നമ്മുടെ ആളോഹരി, ഒരു തലയ്ക്കുള്ള കടം. ആ 35,000 രൂപ താങ്കൾ ഈ പറയുന്ന മുഖ്യമന്ത്രി എത്തിച്ചിരിക്കുന്നത് 1.25 ലക്ഷം രൂപയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഒരു ആളോഹരി കടത്തിൻ്റെ ഡെപ്ത് എത്തിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഇവിടുത്തെ പൊതുകടം 85,000 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് 3.25 ലക്ഷം കോടി രൂപയായി മാറ്റിയത് നാണോ താങ്കൾ ഈ കേന്ദ്രം കൊടുക്കുന്ന എല്ലാ അവാർഡുകളും എത്തിച്ചേരുന്നത് ഈ കേരളത്തിലേക്കാണെന്ന് അഭിമാനം കൊള്ളുന്നത്?